So today our topic is operating system. Okay. So നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ inside computers. Okay. So what are the components of computer? External hardware, internal hardware, and software components, right? So external hardware and internal hardware we have already studied. So today we will study what software components. Okay. So operating system. Operating system എന്ന് പറഞ്ഞാൽ എന്താണ്? Operating system is the most important software that runs on a computer. It manages the computer's memory and processes as well as its software and hardware. It also enables communication between users and the computer. Okay, so endana operating system? It is the most important software, that is a system software. So നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓൺ ചെയ്ത് വരുമ്പോഴേ ബൂട്ട് ചെയ്ത് വരുമ്പോഴേ നിങ്ങൾ കണ്ടാൽ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് ഡിസ്പ്ലേ വരുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ ദാറ്റ് ഈസ് ദ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. വിത്തൗട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യുവർ കമ്പ്യൂട്ടർ വിൽ നോട്ട് വർക്ക്. ഇറ്റ് ഇനേബിൾസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, നമ്മൾ യൂസർ എന്ന് പറഞ്ഞ ആരാണ്? നമ്മളാണ് അല്ലെ? നമ്മളും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത് ആരാണ്? ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഓൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ലൈക്ക് ഡിവൈസസ്, നമ്മുടെ മൊബൈലിലും ലാപ്ടോപ്പിലും അല്ലെങ്കിൽ എന്താണ് ടാബിലും എവ്രി ഡിവൈസ് ഗോട്ട് വാട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ എല്ലാ ഇതുപോലത്തെ ഇലക്ട്രോണിക് ഡിവൈസസിലെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞത്? ദാറ്റ് സിസ്റ്റം വിൽ നോട്ട് വർക്ക്. So an operating system, how it manages the computer system, in what all way the operating system manages the computer. Okay, so now we will see what are the different ways the operating system is managing the computer system. So first one is managing processes. What do you mean by managing process? The operating system, OS nu parnala operating system allocates the CPU's time to different processes that need attention at the same time so that it can multitask efficiently. Okay, നമ്മൾ പഠിച്ചു CPU എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. സോ CPUന്റെ ഡിഫറെന്റ് പ്രോസസ്സ്, ഡേറ്റ പ്രോസസിംഗ് ആണ് CPUന്റെ ഫംഗ്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? ഇറ്റ് അലൊക്കേറ്റ്സ് ദ CPU's ടൈം ടു ഡിഫറെന്റ് പ്രോസസ്. നമ്മൾ ഒരു പ്രോസസ് കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാല് സോ ഡിഫറെന്റ് പ്രോസസ്സ് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ടൈം അലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. എന്താണ്? നമ്മളൊരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര ടൈമിനുള്ളിലാണ് അത് ഫിനിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് CPU ആണ് അത് ചെയ്യുന്നത് അല്ലെ? ആ ഡേറ്റ പ്രോസസ് ചെയ്യുന്നത്. സോ CPUവിന് ഒരു ടൈം അലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇത്ര ടൈമിനുള്ളിൽ ആ പ്രോസസ്സ് നിങ്ങൾ ഫിനിഷ് ചെയ്യണം അല്ലെ? സോ ആ ടൈം അലൊക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ അങ്ങനെ ടൈം അലൊക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മൾട്ടി ടാസ്കിങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ എന്നുള്ളത് മൾട്ടി ടാസ്കിങ് ആണ് അല്ലെ? ഒരേ സമയം പല കാര്യങ്ങളും കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ടൈം അലൊക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? മൾട്ടി ടാസ്കിങ് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലൊക്കേറ്റ്സ് ദ CPU's time to different process to finish the task. Okay, then next is managing resources. What do you mean by that? The operating system manages inputs and outputs of each resource or device such as printer, scanner and keyboard attached to the computer. So next is what? Managing resources. Resource nu parnal endana? Various input devices, input or output. adana computer endana റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ? ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസസിലും കൂടെയാണ് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റ കൊടുക്കാനും എന്താണ് വെളിയിലേക്ക് എടുക്കാനും പറ്റുന്നത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് ഓഫ് ഈച്ച് റിസോഴ്സസ് ഓർ ഡിവൈസസ് സച്ച് ആസ് പ്രിന്റർ, സ്കാനർ ആൻഡ് കീബോർഡ് അറ്റാച്ച്ഡ് ടു ദ കമ്പ്യൂട്ടർ. സോ ഇങ്ങനെയുള്ള റിസോഴ്സസിനെ, പ്രിന്റർ, സ്കാനർ, കീബോർഡ്, ഇങ്ങനെയുള്ള റിസോഴ്സസിനെ എന്താണ് മാനേജ് ചെയ്യുന്നുള്ള ഫംഗ്ഷൻ ആണ് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. നെക്സ്റ്റ്, മാനേജിംഗ് മെമ്മറി അലൊക്കേഷൻ. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം allocates different types of memory
available in the computer to different process. So നമ്മൾ പഠിച്ചു എന്താണ് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലാണ് ഡേറ്റ പോയി സ്റ്റോർ ആവുന്നതെന്ന് പഠിച്ചു. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്താണ് മെമ്മറി, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറി, എവിടെയൊക്കെ എത്ര സ്പേസ് ഉണ്ട് അല്ലെ, നമ്മളൊരു ഡേറ്റ എവിടെ പോയി സ്റ്റോർ ചെയ്യണം, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ എവിടെയൊക്കെ സ്പേസ് ഉണ്ടെന്ന് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Then providing user interface. The operating system has a user-friendly front end or user interface that allows user to use the computer easily by clicking on the screen to execute appropriate actions. So what do you mean by that? Providing user interface. So നമ്മളാണ് യൂസർ എന്ന് പറയുന്നത് അല്ലേ. The operating system has a user-friendly front end. നമുക്ക് കമ്പ്യൂട്ടറിൽ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? യൂസർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. ഇറ്റ്സ് വെരി ഈസി അല്ലെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് എ യൂസർ ഫ്രണ്ട്ലി ഫ്രണ്ട് എൻഡ് ഓർ യൂസർ ഇന്റർഫേസ് that allows user to use the computer easily അല്ലെ. സോ നമ്മൾ യൂസറായ നമ്മൾക്ക് കമ്പ്യൂട്ടർ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. How it is happening? By clicking on the screen to executing appropriate actions. നമ്മൾ സ്ക്രീനിലാണ് എല്ലാ വർക്കും ചെയ്യുന്നത് അല്ലെ. നമ്മൾ എന്താണ് നമ്മൾക്ക് ടാസ്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ സ്ക്രീനിലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് അല്ലെ. സോ how operating system is helping? The operating system has a user-friendly front end that allows എന്താണ് users to use computer easily by clicking on the screen to execute appropriate functions. So നമ്മുടെ യൂസറായ നമ്മളുടെ എന്താണ് ടാസ്ക് ഈസി ആക്കി തരിക എന്നുള്ള ഫംഗ്ഷൻ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. Then providing application interface. The operating system translates each software application code for the computer to take the action as intended by the user. So നമ്മൾ എന്താണ് പല ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിൽ കൊടുക്കുന്നുണ്ട്. സോ അതിനെ എന്താണ് ഡീകോഡ് ചെയ്യുന്നത്. നമ്മൾ സോഫ്റ്റ്വെയർ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് അതിനെ ഡീകോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ആരാണ്? ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇൻ സിമ്പിൾ വേർഡ്സ്. നമ്മൾ കൊടുക്കുന്ന എന്താണ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നത് അത് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ആരാണ്? ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോ? വാട്ട് ആർ ദേ? മാനേജിംഗ് പ്രോസസ്, മാനേജിംഗ് റിസോഴ്സസ്, then managing memory allocation. മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നു, CPU-ന്റെ ടൈമിനെ സെറ്റ് ചെയ്യുന്നു, then ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിനെ മാനേജ് ചെയ്യുന്നു, പിന്നെ യൂസറായ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു, പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ് ഡീകോഡ് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് ആക്കി മാറ്റുന്നു. സോ ഇങ്ങനെ വളരെയധികം ഫംഗ്ഷൻ ഉണ്ട് ആർക്ക്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ വാട്ട് യു മീൻ ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ദാറ്റ് ഈസ് ആൻ system software. Without operating system the computer endana will not work. Next, for computers Microsoft Windows and MacOS are the commonly used operating system. So commonly ninge ariya Microsoft Windows, that is the common operating system. ellarkum ariyalo Microsoft Windows ennullathu. Pinne oru operating system ullathu MacOS. It is developed by Apple. So these are the most commonly used operating system. Most of the computers and laptops have Microsoft Windows pre-installed on them, while MacOS works only on Apple products. So Microsoft Windows ആണ് കോമൺ ആയിട്ട് എല്ലാ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും ഉള്ളത്. പിന്നെ MacOS എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ആരാണ്? ആപ്പിൾ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ MacOS എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിന്റെ പ്രോഡക്ട്സിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. So Linux, developed by Linus Torvalds, was once a popular computer operating system, but is now mostly used for servers and mainframe computers. So Linux എന്നുള്ളത് ഒരു മുമ്പുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. അത് ഇപ്പൊ it's not commonly used. It is mainly used for servers and mainframe computers. So ഇപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? That is Microsoft Windows. That is the most common operating system. For smartphones, the most common operating system are Android.
by Google LLC and iOS by Apple. അല്ലെ നിങ്ങളുടെ ഫോണിലൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ഫോൺസ് ആണ്. ആൻഡ്രോയിഡ് ഫോൺ എന്ന് കേട്ടിട്ടില്ലേ? So that is the operating system. In smartphones, Android is the commonly used operating system. Then എന്താണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് പഠിച്ചത്. Next is basic input output system. So what do you mean by basic input output system? Basic input output system or BIOS. It's an important software required for the smooth functioning of a computer. So നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ സെക്കൻഡ് വൺ ഈസ് വാട്ട്? BIOS or basic input output system. So what is the purpose of BIOS? The purpose of BIOS is to run a diagnostic test known as power on self test, that is POST, every time the computer boots. During POST, BIOS checks whether the basic system devices such as keyboard, hardware elements such as CPU, memory are present and functioning properly or not. So ആ പേരിൽ തന്നെ ഉണ്ട് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. എന്താണ്? നമ്മുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം കമ്പ്യൂട്ടർ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് ആരുടേത്? BIOS അല്ലെങ്കിൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ എന്താണ് പറഞ്ഞത്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം കമ്പ്യൂട്ടർ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദിസ് BIOS അല്ലെ ഈ സോഫ്റ്റ്വെയർ ആണ് whether all the input and output devices are functioning correctly or not എന്ന് ചെക്ക് ചെയ്യുന്നത്. So BIOS is independent of the OS. Once POST is completed successfully, BIOS looks for an operating system to load, which then takes control of the system. If the computer does not pass POST, users are intimated of the malfunction with a beep sound. So BIOS is independent of the OS. Operating system BIOSum, it's not dependent to each other. They are എന്താണ് രണ്ടും രണ്ട് ഫംഗ്ഷനിങ് ആയിട്ട് സെപ്പറേറ്റ് നിന്നാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അതർ. സോ ഫസ്റ്റ് എന്താണ് നമ്മൾ കമ്പ്യൂട്ടർ ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു എന്താണ്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പോസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് എന്തിനുള്ളതാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ള ഒരു ടെസ്റ്റ് ആണ്. സോ വൺസ് എന്താണ് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ടെസ്റ്റ് കമ്പ്യൂട്ടർ പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ബയസിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞു. അടുത്ത ആരുടെ ഫംഗ്ഷൻ ആണ്? അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ ബാക്കിയുള്ള ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പോ എന്താണ് പോസ്റ്റ്, അതായത് നമ്മൾ സിസ്റ്റം കമ്പ്യൂട്ടർ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് കമ്പ്യൂട്ടർ പാസ് ആവുന്നില്ല. അതായത് എന്താണ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ BIOS എന്നുള്ള സോഫ്റ്റ്വെയർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു. ആ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് പാസ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടർ വിൽ സ്റ്റാർട്ട്. ആ ടെസ്റ്റ് പാസ് ആവുന്നില്ല, ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻപുട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസോ കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്? നമുക്കൊരു ബീപ് സൗണ്ട് കേൾക്കും. വെദർ വൺ ഓഫ് ദ ഇൻപുട്ട് ഡിവൈസ് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് നോട്ട് ഫംഗ്ഷനിങ് കറക്റ്റ്ലി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇന്റിമേഷൻ ലഭിക്കും. ഓക്കെ. The Unified Extensible Firmware Interface or UEFI, a successor to BIOS, is designed to overcome the technical limitations of BIOS. So BIOSന് എന്താണ്? കുറച്ച് ടെക്നിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പുതിയൊരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് UEFI, that is Unified Extensible Firmware Interface. So എന്താണ് നമ്മൾ പഠിച്ചത്? രണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വാട്ട്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. സോ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഓർ BIOSന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ സിസ്റ്റത്തിലുള്ള ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് ലൈക്ക് കീബോർഡ്, മൗസ്, പ്രിന്റർ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്താണ്? BIOSന്റെ ഫംഗ്ഷൻ. സോ നമ്മൾ കമ്പ്യൂട്ടർ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഒരു ടെസ്റ്റ് റൺ ചെയ്യും. BIOS സോഫ്റ്റ്വെയർ ഒരു ടെസ്റ്റ് നടത്തും. എന്താണ് ആ ടെസ്റ്റിന്റെ പേര്? ദാറ്റ് ഈസ് കോൾഡ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ഓർ പോസ്റ്റ്. സോ ഈ ടെസ്റ്റ് നടത്തുമ്പോഴാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്താണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇഫ് ഇറ്റ്സ് വർക്കിംഗ് കറക്റ്റ്ലി എന്താണ്? BIOSന്റെ ഫംഗ്ഷൻ കഴിഞ്ഞു. അടുത്ത ആരുടെ ഫംഗ്ഷൻ ആണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. If it's not working correctly, what will happen? We will get an intimation with a beep sound.
ഓക്കെ, സോ ബയസിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞു. അടുത്തത് ആരാണ് വരുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അടുത്തുള്ള കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. എന്തൊക്കെ ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചത്? മാനേജിങ് പ്രോസസ്സസ്, സി പി യുവിന്റെ എന്താണ് പ്രോസസ്സിനെ മാനേജ് ചെയ്യുക. ദെൻ മാനേജിങ് റിസോഴ്സസ് അല്ലെ, നമ്മുടെ സ്കാനർ ഇൻപുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഫംഗ്ഷനെ മാനേജ് ചെയ്യുക. ദെൻ എന്താണ് മാനേജിങ് മെമ്മറി അലൊക്കേഷൻ, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ അലൊക്കേറ്റ് ചെയ്യുക, ശരിയായിട്ട് അലൊക്കേറ്റ് ചെയ്യുക. ഏതൊക്കെ ഡേറ്റാസ് എവിടെ പോയി സേവ് ചെയ്യണം, എവിടെയൊക്കെ മെമ്മറിയിൽ സ്പേസ് ഉണ്ട്, ഇതൊക്കെ അലൊക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ എന്താണ് യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ് ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് വാട്ട്? നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഡീകോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളൊരു ഫംഗ്ഷനും കൂടെ എന്താണ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ചെയ്യുന്നത്. സോ രണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ബയസ്, ബേസിക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് എന്താണ് നമ്മൾ പഠിച്ചത്? മൈക്രോസോഫ്റ്റ് വിൻഡോസ്, പിന്നെ എന്താണ് പഠിച്ചത്? മാക്കോസ്. സോ ഇതാണ് കോമൺലി നമ്മൾ എന്താണ് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ കാണപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇൻ വിച്ച് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഈസ് ദ മോസ്റ്റ് കോമൺ. ഓക്കെ, സോ മാക്കോസ് എന്നുള്ളത് എവിടെയാണ്? ആപ്പിളിന്റെ പ്രൊഡക്റ്റിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ സ്മാർട്ട് ഫോണിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ നമ്മൾ പഠിച്ചത്? ദാറ്റ് ഈസ് ആൻഡ്രോയിഡ്. സ്മാർട്ട് ഫോണിൽ കാണപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.